കിട്ടണം അവന്. ഈ ഓനെ കിട്ടുമ്പോഴത്തേക്ക് എത്ര പെണ്ണുങ്ങളോട് താമസിക്കാനാ കോമരാണ്? ഒന്നോ രണ്ടോ വാങ്ങും. 100 പെണ്ണുങ്ങളോട് താമസിക്കാൻ ഏത് 19 നോക്കിയാലും അവൻ കാണും. ഇത് ചമരക്കരത്തിലൂടെ കൂടെ പോയവിടെ പോകത്തില്ലെന്നാ പോയത്. ഇവൻ പറഞ്ഞത് അവിടെ കൂടെ പോകത്തില്ലെന്ന്, അവന്റെ മോളാണെന്ന്. അവൻ പറഞ്ഞത് അവന്റെ മോളാണെന്ന്. അവൻ അത്ര മക്കൾ ഈ നാട്ടിലുണ്ടപ്പോഴേ പോകരാതെ എന്തുമാത്രം പെണ്ണുങ്ങളുണ്ട് ഈ നാട്ടില് മക്കൾ. നമ്മുടെ തലയിലോട്ടും അവിടോട്ടും ഇവിടോട്ടും എല്ലാം ലേസറയും കുറെ സാമാനമായിട്ടിരിക്കുക, ലേസറും എല്ലാമായിട്ടിരിക്കുക. നമുക്ക് തിന്നണ്ട കുടിക്കണ്ട, ലേസറും എല്ലാമായിട്ടിരിക്കുക, കുരികളെടുപ്പും മറ്റേതും മറിച്ചതും ക്യാമറ ഓഫാക്കലോ അങ്ങനെ പലതും കാര്യങ്ങളാ. അയ്യോ ആ കൂട്ടി എന്താ ഇത് കൊല്ലച്ചോ ഊണ്ടായിസം തനി ഊണ്ടായിസം ഏതാണ്ട് പിള്ളേരെല്ലാം ഇങ്ങ് വരുമെന്ന്. അയ്യോ കൊള്ളാം, പിള്ളേർ വന്നാൽ ഞങ്ങൾ ഇരിക്കത്തില്ല. പിള്ളേർക്ക് എനിക്കൊന്ന് കാണണം, ഏത് പിള്ളേർ എവിടെ വരുന്നത് എനിക്കൊന്ന് കാണണം. ഞാൻ ഇവിടെ തന്നെ ഇരിക്കാതെ ഫ്രണ്ടിൽ തന്നെ പിള്ളേരെ കാണണം. ഞങ്ങളെ കൊല്ലം വരുന്ന പിള്ളേരെ ഒന്ന് കാണാൻ ആരാ കൊണ്ടുവരുന്നത്? പോരാതെ ഏതാ മറ്റൊരു പേരെന്തോ വെച്ചാൽ ഏതാണ്ട് പേരെന്തോ സോമരാജാണ് കൊണ്ടുവരുന്നത്, മോഹൻ സിംഗാണ് നമ്മൾ കൊണ്ടുവരുന്നതെന്ന് പറ. ഞാൻ ഇവിടെ തന്നെ ഇരിക്കാനോ? എനിക്ക് 5 വരെ പിള്ളേരെ ഒന്ന് കാണുന്നുണ്ട്. പിള്ളേന്മാരെ എനിക്കൊന്ന് കാണുന്നത് ഏത് വളർന്നു വരുമെന്ന് അറിയാൻ. പണ്ടേ ഇവന്റെ ഒരു അനിയൻ തന്നെ ചട്ടപ്പൊടി എന്താ പൊടിയെ പടുക്കുട്ടി വന്ന് ചീത്ത കളിയാണ്. പടുക്കുട്ടി വന്ന് ചീത്ത കളിക്കും. അങ്ങനെ അവനെ മക്കളാ ഇന്നത്തെ വലിയ ആളുകളാണ് വിചാരം. പടുക്കുട്ടിയെ വന്നേ ചീത്ത കളിക്കുമ്പോൾ വലിയ ആളാണെന്ന വിചാരം. ഞങ്ങളുടെ നാട്ടിൽ നിന്നും പടുക്കുട്ടിയിൽ ആരും പോയി ചീത്ത വിളിക്കത്തില്ല. ഞങ്ങളുടെ ആരും ചീത്ത കളിയാൻ നടക്കുന്നില്ല. അന്തസ്സായിട്ട് ജീവിക്കുന്നവരുള്ളത്. അതുപോലെ ഇതുപോലെ ഇത് ഒരു മുണ്ടിന്റെ കോന്തര പുറകോട്ട് പിടിച്ച് നടക്കുന്ന കണ്ടുപോയിട്ട് ഏതാണ്ട് വലിയ കേമനാണ് ഇവന് സോമരാജന്റെ വിചാരം. ഇവൻ ഒഴിഞ്ഞാക്കി വന്നതാണോ നീ? വലിയ കോൺഗ്രസ്സാണ്, ഇവന്റെ കോൺഗ്രസ്സാണോ നീ? ഒത്തിരി അവന്മാര് വന്നത് ഇവിടെ എന്റെ ഭർത്താവായിട്ടും ഏതാണ്ടൊക്കെ ആയിട്ടൊന്ന് അഭിനയിക്കുകയായിരുന്നു. കുറിച്ചിത്തടി മണി മറ്റവന്മാര് ഇവന്മാരെല്ലാം ഇവനൊക്കെ ആരാ ഇവനൊക്കെ? ആ കുറിച്ചിത്തടി മണി എങ്ങനെ കുറെ അവന്മാരെല്ലാം വരിക. ഇവന്മാര് കുറെ അവന്മാരെല്ലാം കയറ്റി അവിടെ ഇവിടെ ഇങ്ങനെ പൊക്കിക്കെട്ടി വെച്ചോണ്ട് അഭിനയിക്കുക. ഇവിടെ ആരായാലും നമ്മളെ വീട്ടിലാരാണ്ട് വരുന്ന അവിടെ കൂടെ താമസിക്കും. വേറെ മാറ്റിയത എന്റെ പണി താമസിച്ചില്ല. കുറിച്ചിക്കരിമയ എന്ന് പറയുന്നത് എന്റെ പണി കയറിയിട്ടില്ല, കാലത്തുമില്ല. അവർക്ക് ചേർന്ന് ഒരു 2 അവിടെ ഉണ്ട്. അവൻ ചേരുന്നവന്മാരൊക്കെ ആഗ്രഹങ്ങൾ എന്തായാലും വലിയ ആഗ്രഹങ്ങൾ കൊള്ളാമല്ലോ. ആരോഗ്യമൊക്കെ പറഞ്ഞേ നമുക്ക് അറിയാം. ഇങ്ങനെ വന്ന് അവിടെ കയറി ഇങ്ങനെ ഇരിക്കുക. അവിടെ കയറുന്നവരെല്ലാം നമ്മുടെ വീട്ടിൽ വരുന്ന കഥകളല്ല. അതിനെ നമ്മുടെ ക്യാമറ ഇങ്ങനെ ഓഫാക്കി അവിടെ കയറുന്നിടത്ത് ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾ അവിടെ ചെല്ലുന്നത്. അവിടെ നമ്മളെ കാണാനായിട്ട് അവിടുത്തെ പെണ്ണുങ്ങളെ കാണാൻ വരുന്നത്. അവിടുത്തെ പെണ്ണുങ്ങൾ അതിലിരിക്കുക. അവിടെ വരുന്ന പെണ്ണുങ്ങൾ അതിന് വരുന്ന ആണുങ്ങളെ ചെല്ലാക്കാൻ ഇരിക്കുക. അല്ലാതെ ഇവിടെ ഇങ്ങനൊക്കെ ഉള്ളവരാ കൊന്ന് കെട്ടിത്തൂക്കിയൊക്കെ എന്നെ കൊന്നങ്ങ് കെട്ടിത്തൂക്കാൻ നോക്കിയതാ. ആ വീട് അങ്ങനെ വരുന്ന പെണ്ണുങ്ങളെ അങ്ങനെ വരുന്ന പെണ്ണുങ്ങളെ തെറ്റി ആണുങ്ങളെ തെറ്റിക്കാൻ പെണ്ണുങ്ങൾ 2019 എന്നെ ഇവിടെ കൊന്ന് കെട്ടിത്തൂക്കാന്ന് വിചാരിച്ചതാ. എല്ലാം കൂടെ ഇതുപോലെ ഒത്തിരി എണ്ണത്തിനെ ഇവന്മാര് കൊന്ന് കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അതുപോലെ കൊന്ന് കെട്ടിത്തൂക്കാന്ന് വിചാരിച്ചതാ. ഒത്തിരി നോക്കി ഓരോ അവന്മാര് കൊലപാതകളൊക്കെ പരോളിനിറങ്ങി ഇങ്ങി വരികയായിരുന്നു. അവൻ ചോദിക്കുന്നത് രാത്രിയാവുന്നെ എന്തുവാ 1000 രൂപയുണ്ടോ? സന്ധ്യ കഴിയുമ്പോൾ വിളിച്ച് ചോദിക്കുന്ന 1000 രൂപയുണ്ടോന്ന്. അവന് പരോളിനിറങ്ങിയ കൊലപാതകയൊക്കെ ഇങ്ങനെ പരോളിനിറക്കി അങ്ങ് നടത്തുകയായിരുന്നു നമ്മളെ അങ്ങ് വകവരുത്താനും. ഇങ്ങനെ ഒത്തിരി നടത്തുക. നമ്മുടെ കിഡ്നിയിലോട്ട് അടിക്കാൻ നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ വീർപ്പിക്കുക. ഭയങ്കര രോഗമാണ് നമ്മളെ കാണുമ്പോൾ ലേസർ അടിക്കണം, പല രോഗമാണ്. ഫോണും ആപ്പുമായിട്ടിരിക്കുക. ഇങ്ങനെ കുറെ അവന്മാര് വന്ന് അവിടെ ഇവിടെ കയറി മന്ദിരത്തിൽ അവനാ ഭരിക്കുന്നത്. ഇപ്പൊ നങ്കളിയുടെ മോനാ. അയ്യോ ഇറങ്ങുന്നു പറയുമല്ലോ. നങ്കളിയുടെ മോനിപ്പം ചൊരയ്ക്കാൻ നങ്കളിയുടെ മോനിപ്പോ ചൊരയേ ഉള്ളൂ, വേറെ ജോലി ഒന്നുമില്ല. ഉണ്ടാക്കിയത് എന്റെ ഭർത്താവിനും ഉണ്ടാക്കിയത് ആ മന്ദിരം ഉണ്ടാക്കിയത്. നങ്കളിയുടെ മോനല്ല. ഇപ്പൊ ചൊരത്തേക്ക് പോട്ടെ. വളർത്തിയൊക്കെ വെച്ചിരിക്കുക. ഇവൻ ഏതോ വലിയ പൂണ്ടയാണ്. എന്നെ 7 ദിവസത്തിനുള്ളിൽ റെഡിയാക്കും. എന്നെ 7 ദിവസത്തിനുള്ളിൽ റെഡിയാക്കും. നമ്മളെ വളക്കേടെയാണ് നമ്മളെ രണ്ടുപേരെയും കൂടെ റെഡിയാക്കണം. ഇവന്മാർക്കെല്ലാം നമ്മളെ രണ്ടുപേരെയും കൂടെ റെഡിയാക്കണം. ഹിന്ദിക്കാരനെ റെഡിയാക്കും. അങ്ങനെ പല ഇതാ അവൻ ഇവിടെ കൊണ്ട് കേറത്തില്ലെന്ന്. ഹിന്ദി